ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആവശ്യം റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു, സെർച്ചിങ് ഓപ്പറേഷൻ അല്ല. അതിന്റെ ഇനി വരും തലമുറകൾ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കണം എന്നുള്ള ആവശ്യം വയ്ക്കുന്നത് ആ വേദനയിൽ നിന്നതുകൊണ്ടാണ്. ആ വേദന ഇനിയൊരു മത്സ്യത്തൊഴിലാളിക്കും വരാൻ പാടില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, കടലിൽ പണിക്ക് പോകുമ്പോഴേ അപ്പം കടലിൽ പണിക്ക് പോകുമ്പോൾ അമ്മയും മക്കളും, തീരദേശത്തുള്ള എല്ലാവരുടെ അവസ്ഥയാണ്, അമ്മയും മക്കളും വീട്ടിൽ ഭീതിയോടെയാണ് കഴിയുന്നത്. തിരിച്ചു വരുന്നവരെ, തിരിച്ചു വരുമോ ഇല്ലയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ഭീതിയോടെയാണ് കഴിയുന്നത്. ആ ഭീതി ഇല്ലാതെ അവർക്ക് ആശ്വാസത്തോടെ വീട്ടിലിരിക്കാൻ പറ്റണം. അതിന് വേണ്ട ആവശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞത് എവിടെയാണ് കൊണ്ടത്? ഇത് ആരെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്? ഈ ആവശ്യം പറഞ്ഞത് ആർക്കാണ് കൊണ്ടത്? നിങ്ങൾ ആരെങ്കിലുമാണോ കുറ്റം പറഞ്ഞത്? ഇത് കാലാകാലങ്ങളായിട്ട് സമൂഹത്തോട് കാണിക്കുന്ന അനീതിയെ തുറന്നു പറഞ്ഞത്, സമൂഹത്തോട് കാണിക്കുന്ന ഒരു അവഗണനയെ തുറന്നു പറഞ്ഞത് എവിടെയാണ് നിങ്ങൾക്ക് കൊണ്ടത്? ഞങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾ കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഓക്കിക്ക് ശേഷം ഇങ്ങോട്ട് ഒരു വലിയൊരു ഡെവലപ്മെന്റ്, ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ടാവുമായിരുന്നു. ഇത് പറയുമ്പം കുറച്ച് അവന്മാർ വന്നിട്ട് ഇത് മറ്റേ രാഷ്ട്രീയമല്ലേ നോക്കേണ്ടത്, ഈ രാഷ്ട്രീയമല്ലേ നോക്കേണ്ടത്. ഞങ്ങളുടെ അധികാരികളോടാണ് സംസാരിക്കുന്നത്. ഇത് ആരെങ്കിലും ഒന്ന് ഇടപെട്ട് ഇതിലൊരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. അവരെല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്, കടലിൽ ആക്സിഡന്റ് ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു SOP ഇല്ല എന്നുള്ളത് അവർ അംഗീകരിച്ച കാര്യമാണ്. ജനറൽ SOP ആണ് നമ്മൾ കടലിലും ഉപയോഗിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള SOP കടലും കരയും വേറെയാണ്, മനസ്സിലാക്കുക. വിവരമില്ലാത്തവർ ഈ വിവരം നിങ്ങൾ ഉൾക്കൊള്ളുക. ഇതാണ് പറയുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഒരു സമുദായത്തിന്റെ അവകാശവും ആവശ്യവുമാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾ ആരെയും ഞങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നില്ല, നിങ്ങൾ ആരെയും ഞങ്ങൾ ഒന്നും പറയാനും വന്നില്ല. ഒരു സമുദായത്തിന്റെ അവകാശവും ആവശ്യവും അത് അതേപടി അധികാരികളിലോട്ട് എത്തട്ടെ. അധികാരികൾ അതിന്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ, അറിയിക്കട്ടെ. അതിന് ആ പാർട്ടിക്കാരിങ്ങനെ പറഞ്ഞു, ഈ പാർട്ടിയെയാണോ പറഞ്ഞത്? ഞങ്ങളുടെ ആവശ്യമല്ലേ പറഞ്ഞത്? ഞങ്ങളോട് കാണിച്ച അവഗണനയല്ലേ ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അവര് തിരിച്ചു പറയട്ടെ. അവര് പറയുന്നില്ല, വേറെ ആർക്കും എവിടെ പൊള്ളി? ഇത്രേ പറയാനുള്ളൂ. സൈബർ ബുള്ളിങ്ങിനെ ഭയക്കുന്നില്ല, പക്ഷെ അവരുടെ വിവരമില്ലായ്മ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വൈറസാണ്. കാരണം നമ്മുടെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കും അത്. കാരണം ആ വൈറസ് ഞങ്ങളുടെ ആവശ്യത്തിനെ മുക്കിക്കളയാനുള്ള സാധ്യത ഉണ്ട്. രാഷ്ട്രീയവൽക്കരിക്കപ്പെടാതിരിക്കുക. സൈബർ ബുള്ളിങ്ങിനെ ഞങ്ങൾ ഭയക്കുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ഫോണിലാണ് മെസ്സേജ് വരുന്നത്. ഈ മെസ്സേജ് നോക്കാത്തവൻ സൈബർ ബുള്ളിങ് കാണുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ആവശ്യം ഇതിന്റെ പേരിൽ ഇല്ലാതാവരുത്. ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇന്നലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നിങ്ങളെയാണ് വിളിച്ചു ചോദിക്കുകയാണ് എവിടെയാണ് തെരച്ചിൽ വേണ്ടതെന്ന്. 9 ദിവസം എടുക്കുന്നു. ഈ കളക്ടറോട് നിങ്ങൾ പറഞ്ഞതാണ് രാമേശ്വരത്ത് കൃത്യമായിട്ട് തെരച്ചിൽ നടത്തണമെന്നത്. പക്ഷെ അത് വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. അതെ, അതായത് ഇന്നലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചതിന്റെ പേരിൽ അങ്ങോട്ട് പറഞ്ഞു രാമേശ്വരത്ത് സെർച്ച് നടത്തണമെന്ന്. രാമേശ്വരത്ത് സെർച്ച് നടത്തണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉറപ്പായിട്ടും അത് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് DD ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി. DD വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എവിടെയാ സെർച്ച് വേണ്ടത്, ഏത് സെർച്ചാ വേണ്ടതെന്ന് ചോദിച്ചാൽ ഏരിയൽ സെർച്ചാണ്, കാരണം അവിടെ നമുക്ക് മൊത്തത്തിൽ നോക്കി മനസ്സിലാക്കുന്നുണ്ട്, ഏരിയൽ സെർച്ച് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നടത്താമെന്ന് പറഞ്ഞു. അതിന്റെ റിക്വസ്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ADയും DDയും പറഞ്ഞത് വൈരുദ്ധ്യങ്ങളുണ്ട്. 3 മണിക്കൂർ സെർച്ച് നടത്തുമെന്ന് പറഞ്ഞു. ഒരു DD പറയുന്നത് 2 മണിക്കൂർ നടത്തിയിരുന്നു, ഒരു വിഭാഗം പറയുന്നത് 2.5 മണിക്കൂർ നടത്തിയിരുന്നു. അവർ തന്ന മെസ്സേജിലുണ്ടായ മിസ്റ്റേക്ക് ആണ്, പിഴവാണത്. അതായത് ഒരാൾ പറഞ്ഞത് 2 മണിക്കൂർ സെർച്ച് നടത്തിയെന്നും ഒരാൾ പറഞ്ഞത് 2.5 മണിക്കൂർ സെർച്ച് നടത്തിയെന്നാണ്. അതിന്റെ മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ട്. അവർക്ക് പിഴവ് പറ്റിയതായിരിക്കും, അത് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ ആർക്ക് എതിരെ ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ അവസാനം വരെയും ചോദിക്കും. അവകാശം ചോദിക്കേണ്ടവരടുത്ത് ചോദിക്കും. ആരെയും കണ്ട് ഭയക്കുന്നതല്ല. കാരണം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് ഈ ആവശ്യം മുങ്ങിപ്പോവാൻ പാടില്ല. തീരദേശത്തെയും കടൽ മക്കളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമാണ് മുഖ്യമന്ത്രിയും വകുപ്പിലെ ചില മന്ത്രിമാരൊക്കെ നടത്തിയത്. നിങ്ങൾ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. മാപ്പ് പറയണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സമുദായത്തെ അതിൻ്റെതായ രീതിയിൽ കാണേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ബഹുമാനാർഹമായ രീതിയിൽ കാണേണ്ടത് അതിൻ്റെതായ രീതി അത് അത്യാവശ്യമാണ്. ഏത് സമുദായമാണെങ്കിലും, ആദിവാസി മേഖലയാണെങ്കിലും തീരദേശവാസികളാണെങ്കിലും ഏത് സമുദായമാണെങ്കിലും ഇക്വാലിറ്റിയോടുകൂടി കാണണം. എന്ത് റിസ്ക് എടുത്താലും അവരെ സംതൃപ്തരാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ജനമാണ് ഓരോ ആൾക്കാരുടെയും, ഓരോ സെർവൻസിന്റെയും പ്രയോറിറ്റി, അല്ലാതെ പാർട്ടീസ് അല്ല.
പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സർക്കാരും അതിൽ നിന്ന് രൂപീകരിക്കുന്ന സർക്കാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ജനങ്ങളോ മറ്റു സംവിധാനങ്ങളോ പാർട്ടിക്കോ മറ്റുള്ളതിനോ വേണ്ടിയിട്ടുള്ളതല്ല. അത് മനസ്സിലാക്കണം. അത്രേ പറയാനുള്ളൂ.